വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ദിവസം വരികയാണ്. ഇന്നിപ്പോ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ജൂവലർക്കാരുടെ പരസ്യം കാണുമ്പോഴാണ് നമ്മളൊക്കെ അറിയണത് അല്ലെ. കുറെ സ്വർണം വാങ്ങിക്കൂട്ടുക, അതാണ് അക്ഷയ തൃതീയ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കും സ്വർണത്തിനൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ സ്വർണം എന്ന് പറഞ്ഞാൽ കലി ഇരിക്കാൻ ചോദിച്ചത് സ്വർണമാ. അപ്പൊ അങ്ങനെ ഒരു കലിക്കിടെ ഇരിപ്പിടം സ്വർണം എന്നാ പറയണേ. അതുകൊണ്ട് ഒരുപാട് സ്വർണം വാങ്ങിക്കൂട്ടുന്നതല്ല അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ പരമദാരിദ്ര്യത്തിന്റെ ഉച്ചോടിയിൽ നിൽക്കുന്ന കുടുംബത്തിലേക്ക് ശ്രീശങ്കരൻ നെല്ലിക്ക സ്വർണമായി അമൃത് പോലെ വർഷിച്ച ദിവസം, അല്ലെങ്കിൽ പാഞ്ചാലിക്ക് അക്ഷയപാത്രം കൊടുത്ത ദിവസം, അങ്ങനെയൊക്കെ പറയുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. വൈശാഖ മാസത്തിൽ അക്ഷയ തൃതീയക്ക് വളരെ കേമാണ് ഫലം. അന്ന് വിഷ്ണുഭദ്രം ചെയ്യുക, ഗുരുവായൂരപ്പ ദർശനം നടത്തുക, താമരപ്പൂ പോലുള്ള അതിവിശിഷ്ടമായ വസ്തുക്കൾ കൃഷ്ണന്റെ അമ്പലങ്ങളിൽ നടക്കി വെക്കുക, ഭഗവാന്റെ നാമോച്ചാരണങ്ങൾ കൊണ്ട്, നാരായണ നാമം കൊണ്ട് ലക്ഷ്മി പ്രസീതിയായി നിൽക്കുന്ന ലക്ഷ്മി ഭഗവതിയുടെ പൂർണ്ണമായി നിൽക്കുന്ന കടാക്ഷം കുടുംബത്തിലേക്ക് കൊണ്ടുവരിക. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പൂജകൾ, നിവേദ്യം, അർപ്പണം, അഭിഷേകം, കദളിപ്പഴ നിവേദ്യം, ത്രിമുദ്ര നേദ്യം, ഇങ്ങനെ ഇത്യാദി നിവേദ്യകൾ നടത്തുക. കുലദേവതകളെ പ്രാർത്ഥിക്കുക, കുലദേവതയുടെ നാമങ്ങൾ ഉച്ചാരണം ചെയ്യുക. അതുപോലെ തന്നെ നാമജപാദികൾ കൊണ്ട് സമ്പുഷ്ടമായി നിൽക്കുന്ന ഒരവസ്ഥ അന്തരീക്ഷത്തിൽ, കുടുംബാന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുക. നാമജപാദികൾ കൊണ്ട് കുടുംബത്തിൽ തന്നെ ശ്രീത്വം കിട്ടുക. അന്ന് ചെയ്യുന്ന ഫലങ്ങൾ, അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അന്ന് ചെയ്യുന്ന വിഷയങ്ങൾ എന്തു തന്നെ ആയാലും അതിന് 100 ഇരട്ടി ഫലങ്ങളാണ്. ജ്യോതിഷ ആധ്യാത്മിക അറിവുകൾ വേഗത്തിൽ അറിയാൻ ഇപ്പോൾ തന്നെ ജ്യോതിഷ വാർത്ത സബ്സ്ക്രൈബ് ചെയ്യൂ.